ഇയേഴ്സ് സ്റ്റഡീസും സർവേകളൊക്കെ പറയുന്നത് 72.1% സ്ത്രീകൾ ശുക്ലം കുടിക്കുന്നത് ഫാൻറ്റസൈസ് ചെയ്യുന്നവരാണെന്നാണ്. മറ്റു ചിലർ 42.1% ആയിട്ടുള്ള സ്ത്രീകൾ അവരുടെ ദേഹത്ത് ശുക്ലം വീഴുന്നത് ഫാൻറ്റസൈസ് ചെയ്യുന്ന ആളുകളാണെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ട് ഒരുപാട്. ഇത് ആസ്വദിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഇത് ചെയ്യാൻ ഇഷ്ടമുള്ള പുരുഷന്മാരും ഒരുപാടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ലാത്തതും അതും നോർമലാണ്, അവരുടെ പേഴ്സണൽ ചോയ്സാണ്. അവർക്കത് ചെയ്യാതിരിക്കാനുള്ള റൈറ്റ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെയാണ് ഏറ്റവും നല്ല രീതിയിൽ രണ്ടുപേരും എൻജോയ് ചെയ്യുന്ന രീതിയിൽ ഈ ശുക്ലം കുടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉള്ള ഒരാളിൽ ഒരിക്കലും ഇത് ചെയ്യാതിരിക്കുക. ഒരേ ഒരു പാർട്ട്ണറുമായിട്ട് ഒരു സ്റ്റഡി ഒന്നും ഇല്ലാത്ത ഒരാളിൽ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ HIV, ഹെപ്പറ്റൈറ്റിസ് ബി, അതേപോലെ ഹെർപ്പസ്, HPV ഇങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇതുവഴി കാരണമാകും. ഓക്കെ, HPV ഒക്കെ ആണെങ്കിൽ തൊണ്ടയിലൊക്കെ വന്നുള്ള അവസ്ഥ അത് ഭയങ്കര ഭീകരമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. അതിനു മുമ്പ് ശുക്ലം നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ബീജങ്ങൾ അതിൽ നിറയുവാനും, അതുമാത്രമല്ല നിങ്ങൾ ഒരു ലൈംഗികബന്ധത്തിലൊക്കെ ഏർപ്പെടുമ്പോൾ കുട്ടി ഉണ്ടാകാൻ ആഗ്രഹിച്ച് ചെയ്യുന്നവർക്കാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബി ഉണ്ടാവാൻ വേണ്ടും വളരെ നന്നായിട്ട് നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അങ്ങനെ ഹെൽത്തി ഇമ്മ്യൂണിറ്റി ഒക്കെ കൂട്ടിയിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്ന സർട്ടിഫൈഡ് ആയിട്ടുള്ള വെൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, മാൻഷുറിൻ്റെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് പ്രൊഡക്റ്റ്. ഇത് നിങ്ങൾക്ക് വളരെ നല്ലതാണ്. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശുക്ലം കൂടുതലാവാൻ, ബീജത്തിൻ്റെ ഹെൽത്തും മൊബിലിറ്റിയും ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കും. മാത്രമല്ല നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ കൂട്ടാൻ വേണ്ടി സഹായിക്കും, നിങ്ങളുടെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി സഹായിക്കും, നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. ഇതാണ് പ്രൊഡക്റ്റ്. 20ഓളം പവർഫുൾ ആയിട്ടുള്ള ഹെർബ്സ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. കൗഞ്ച് ബീജ്, സേഫ് മുസ്ലി, അശ്വഗന്ധ, ശതാവരി, ഗോഷുര, സലാം മിസ്ലി ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ്. നിങ്ങളൊരു കുട്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ശുക്ലമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം സൂപ്പറായിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ നേരമൊക്കെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ ഇഷ്ടമുള്ളവരാണ്, ശീഘ്രസ്ഖലനമൊക്കെ തടയാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കോളൂ കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, ഫസ്റ്റ് കമൻറ്റായിട്ടും കൊടുത്തേക്ക്. അപ്പോൾ ശുക്ലം വായിലേക്ക് ഒഴിക്കുമ്പോൾ അതിൻ്റെ ഓരോ ഡ്രോപ്പ് നിങ്ങൾ എൻജോയ് ചെയ്യുന്ന പോലെ വേണം നിങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നിങ്ങൾ ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഡേർട്ടി ആയിട്ടുള്ള ടോക്സ് ചെയ്യാവുന്നതാണ്. എന്നാൽ നിങ്ങൾ എൻ്റെ ശുക്ലം എനിക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ ഭയങ്കര ടേസ്റ്റി ആണെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൂടുതൽ വെറ്റാക്കുന്നുണ്ടെന്നോ അങ്ങനെയൊക്കെ വളരെ ഡേർട്ടി ആയിട്ട് നിങ്ങൾക്ക് ആ സമയത്ത് സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് വളരെ നല്ലൊരു ഉത്തേജനം കൊടുക്കാൻ രണ്ടുപേർക്കും അത് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ വായിൽ അത് ഒഴിക്കുന്ന സമയത്ത് അത് ഫുൾ ഷോ ചെയ്യണം. നിങ്ങളുടെ പാർട്ട്ണറെ അത് ഷോ ചെയ്യിക്കുന്ന ആവുകൊണ്ട് അങ്ങനെയൊക്കെ മൂവ് ചെയ്യിച്ച് അത് എൻജോയ് ചെയ്യുന്ന ലെവലിൽ നിങ്ങളത് ആക്ട് ചെയ്യേണ്ടത്. അങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷം കിട്ടുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആ സമയത്ത് നിങ്ങളൊരു സൗണ്ടൊക്കെ മേക്ക് ചെയ്യുന്നവരെ എൻജോയ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു സൗണ്ട് മേക്ക് ചെയ്യുന്നത് നിങ്ങൾ കൂടുതലായിട്ട് എൻജോയ് ചെയ്ത് അത് കഴിക്കുന്നതായിട്ട് പാർട്ട്ണർക്ക് മനസ്സിലാക്കും. ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഒരു ഹോട്ട് ലുക്കും അവർക്ക് ഫീൽ ചെയ്യും. വായിലിരിക്കുന്ന ശുക്ലത്തിൽ പ്ലേ ചെയ്യുന്നത് ഈ ബബിൾക്കൊക്കെ ചോദിച്ചിട്ട് ബബിളൊക്കെ ആക്കത്തില്ലേ, അതുപോലെ ആക്കുന്നതോ അല്ലെങ്കിൽ അതുകൊണ്ട് നാവ് കൊണ്ട് പ്ലേ ചെയ്യുന്നതോ കുടിച്ചിറക്കി കഴിഞ്ഞിട്ട് ഈ ഭാഗത്തൊക്കെ ടൈപ്പ് ചെയ്തിട്ട് എഗെയിൻ അവർ ടേസ്റ്റ് ചെയ്യുന്ന ലെവലിലൊക്കെ ഇത് എന്താ പറയുക, ഇത് ചിലപ്പോൾ ചെയ്യാത്ത ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഞാൻ സംസാരിക്കുന്ന അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവും. പക്ഷേ അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് രണ്ടുപേരും എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആക്ട് ചെയ്യുമ്പോൾ അത് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ പുരുഷന് കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ചെയ്യേണ്ടത്. ഓർക്കണം, നിങ്ങൾ STDയുടെ കാര്യം മറക്കരുത്. പാർട്ട്ണർക്ക് ലൈംഗിക രോഗമില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതുമുണ്ട്. ഓക്കെ, ഇക്കാലത്ത് കുഞ്ഞിലെ തൊട്ടേ കുട്ടികളെല്ലാവരും ലൈംഗികപരമായിട്ട് ആക്റ്റീവാണ്. എനിക്ക് അയക്കുന്ന ഓരോ മെയിൽ വായിക്കുമ്പോഴൊക്കെ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ പങ്കാളിക്ക് ലൈംഗിക രോഗമില്ല എന്ന് ഉറപ്പ് വരുത്തിയേക്കണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത്